ഒരു കാലത്ത് എൻ്റെ ലോകമായിരുന്ന KMBയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായത് നമ്മുടെ വല്ലൂർക്ക് വന്നപ്പോഴാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് കുടുംബസമേതം ഓണക്കച്ചവടത്തിനായിട്ട് നമ്മൾ ഇന്ന് വീണ്ടും KMBയുടെ തൃപ്പടികൾ ചവിട്ടാൻ വേണ്ടി പോവാണ്. അതും കുടുംബസമേതം ശ്രീകുട്ടനും ഞാനും ഏട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രീയാണ് കേട്ടോ. ഓണക്കച്ചവടം കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടാണ് ഓണം ആഘോഷിച്ചു തുടങ്ങിയത് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നമ്മുടെ വീടിൻ്റെ ചുറ്റും വീട്ടിലും എല്ലാവരെയും പരസ്പരം കാണും ചെയ്യാം, ഒരുമിച്ച് കച്ചവടം ചെയ്യുകയും ചെയ്യാം. ഒരു ഓണ വൈബ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്ക് കേട്ടോ. ഈ പച്ചക്കറികളുടെ ഹോൾസെയിൽ ബിസിനസ് ആയ കാരണം കൊണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാവുന്ന സമയവും നമ്മുടെ ഈ ഓണക്കാലാണല്ലോ. അത് കാരണം കൊണ്ട് ഒരു പ്രത്യേക സുഖമാണ് ആ ഒരു സീസണ്. അങ്ങനെ അതൊക്കെ ആഘോഷിച്ചും ആസ്വദിച്ചും ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ KMBയിൽ എത്തിയിട്ടുണ്ട്. ഗംഭീര തിരക്കാണ് കേട്ടോ. നമുക്ക് തലൂരാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. KMB വെജിറ്റബിൾസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബേക്കറിയും ഒക്കെയുള്ള ഒരു മാർക്കറ്റാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് ഒരു മുഖങ്ങളും കുശലം പറയാൻ കിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കാലത്തെ ഫുഡ് ഉണ്ടാക്കൽ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് മാറിയിട്ടുണ്ട്. അമ്മ തിരക്കിലേക്ക് ഓടിയിട്ടുണ്ട്. ഇവിടുത്തെ അന്നകേന്ദ്രമാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ച് നാൾ മുന്നേ നമ്മളാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഞാൻ എന്ന് ആ സ്ഥാനം കൈവച്ച് ഒഴിഞ്ഞു അന്ന് അമ്മ അത് ഏറ്റെടുത്തു. അമ്മയാണ് ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ കേട്ടോ. എന്നും ഒരു 10-15 ആൾക്കാർക്ക് പോരാ, ഒരു 30 ആൾ പിടിച്ചോ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ അടുക്കള കേന്ദ്രത്തിൽ നിന്ന് കയ്യേറിക്കൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പുട്ടും അതുപോലെ തന്നെ മുതിര ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാറ് പോലെ ഒരു കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. വെന്തപ്പോൾ തന്നെ ഭാഗ്യം എന്താ ഒരു റോബസ്റ്റ് പഴവും കുറച്ച് മുതിരയും അതുപോലെ തന്നെ ഒരു കുറ്റി പുട്ടും അകത്താക്കിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നേരങ്ങളിലൊക്കെ നല്ല തിരക്കുകളും കണക്കും കാര്യങ്ങളും പച്ചക്കറികൾ കയറ്റി വിടേണ്ട പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലേക്ക് പോകും. അച്ഛൻ മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കാലത്തെ ഫുഡോടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ മുകളിൽ റീറ്റെയിൽ സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ട ഒരേപോലെ തോന്നുന്നത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഒരു രീതിയിലും തോന്നാറില്ല. എന്നുണ്ടെങ്കിൽ കാണുന്നവർ മുഴുവൻ ചോദിക്കാറുള്ളത് അനിയത്തിയാണോ അമ്മയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞൻ്റെ BCA ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോതമംഗലത്ത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര പുറപ്പെടാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ എടുത്ത പാൻറ് ഉണ്ടല്ലോ, അത് പാകാവണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബേക്കറിയിൽ കുറച്ച് തിരക്ക് വന്നു. ബേക്കറിയിൽ ഈ ഒരു മിഠായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എത്ര മിഠായി എന്നറിയോ ദിവസങ്ങളിൽ തിന്ന് കഴിച്ചത്. ഈ നാളികേരവും തേങ്ങയൊക്കെ ഇങ്ങനെ നാളികേരം തേങ്ങ ഒന്നുമല്ല, നാളികേരവും ശർക്കരയും കൂട്ടി കുഴച്ചിട്ടുള്ള ഒരുതരം മിഠായി. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും അധികം തിരക്കുണ്ടാവുക തൃശ്ശൂരുകാരുടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു, അതോ കേരളം മൊത്തം ഉണ്ടോയെന്ന് അറിയില്ല, ഈ ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടുപ്പേരും. ഇതാണ് നമ്മുടെ ഈ എന്താ പറയുക ബേക്കറിയുടെ അടുക്കള എന്ന് പറയുന്നത്. അവിടെ നിന്ന് ലക്ഷ്മിക്കുട്ടിയുടെ ജ്യൂസും സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സർബത്തും മേടിച്ചു കുടിച്ച് നമ്മൾ പോവാൻ നിൽക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയൂ? നമ്മുടെ കുഞ്ഞിൻ്റെ പാൻറ് മാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ ആള്. ചിറ്റരെ കൂടെ ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ശ്രീകുട്ടനും. ശ്രീകുട്ടൻ്റെ ഡബിളിൻ്റെ ഡബിൾ നമ്മുടെ കുഞ്ഞിൻ്റെ ജീൻസ് പാകാവിടില്ലാന്ന്. ഞങ്ങൾ പതുക്കെ ജീൻസ് മാറ്റാൻ പോയിട്ട് വരാം. ഒരാളെ ഡ്രസ്സും ചെരുപ്പും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇറങ്ങേണ്ടത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ പോരണമെന്ന് ഭയങ്കര വാശി. ലക്ഷ്മി ഇപ്പോൾ വൃത്തിയാക്കി കൊടുക്കുക. ചെരുപ്പ് കാണാൻ നമ്മുടെ ക്രോക്സിൻ്റെ വീട്ടിലിടുന്ന ചെരുപ്പ് പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും. എൻ്റെ കൂടെ കറങ്ങാൻ വന്നുള്ള ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോറടിക്കില്ല. ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങളും കണ്ട് ഞാൻ വേഗം എന്നുള്ള വാക്ക് പറയേയില്ല, കാരണം ഞാൻ അത്രയും സ്ലോ ആ. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോയത് കേട്ടോ. ബസ്സിൽ ബില്ലൊക്കെ കൊണ്ട് ഞങ്ങൾ ജീൻസൊക്കെ മാറി. ആ സ്കൂൾ പരിചയമുള്ളവരുണ്ടോ? അതാണ് നമ്മുടെ ദീപ്തി സ്കൂൾ. ഈ ദീപ്തി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ ഷോപ്പ് ഉള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് മണ്ണുത്തിലൊരു ഷോപ്പുണ്ട്, അവിടെയും ഗംഭീര തിരക്കാണ്. അവിടെ ചെന്ന് നമ്മൾ വീണ്ടും കുറച്ച് ജീൻസും മാറ്റി, പിന്നെ കുറച്ച് തൊപ്പികൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അലത്തുകൊളുത്ത സംഭവങ്ങളൊക്കെ മേടിച്ച് ഫെജിയിൽ കയറി. ഫെജിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കും ഈ വക സംഭവങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ഇടയിലാണ് ശ്രീകുട്ടൻ്റെ കമൻറ്റ്. ഇപ്പൊ മനസ്സിലായി കാണല്ലേ നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നാൽ എന്താ ബോറടിക്കാത്ത എന്നുള്ള കാര്യം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു മേഖലയുണ്ടല്ലോ, അതിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പൊളയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കടയിലെത്തി. അവിടേക്കും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോയി.
കടയിലെത്തിയ പണ്ടൊക്കെ ഈ ഒരു മേഖലയുണ്ടല്ലോ, അതായത് നമ്മുടെ എടുത്തു കൊടുക്കൽ സെക്ഷൻ, അതിലേക്ക് ഞാൻ കൈ കടത്തുമായിരുന്നു കേട്ടോ. നല്ല സ്പീഡിൽ എടുത്തു കൊടുക്കാനായിട്ടുള്ള ഒരു കൈയുടെ വഴക്കുണ്ടായിരുന്നു. ഇപ്പം ഒന്നിൻ്റെയും വില അറിയില്ല, ഒറ്റ പച്ചക്കറികളുടെയും വില എനിക്ക് അറിയില്ലായിരുന്നില്ല. അത് കാരണം നമ്മൾ അവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ അമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ക്യാഷിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഇപ്പം ഞാൻ കാഷ്യറായിട്ടാണ് എൻ്റെ ആ ഒരു പരിവർത്തനം വന്നിരിക്കുന്നത്. അപ്പം അമ്മയും അച്ഛനും കൂടി പോവാൻ നിൽക്കുക. അതിന് നാളെ കാലത്തേ വരും. അമ്മ ഓണത്തിന് കുറേ ദിവസം മുന്നേ പരക്കം പാച്ചിൽ തുടങ്ങിയതാണല്ലോ, അതിൻ്റെ വേദനകളും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പാവം വേഗം പോയി. അച്ഛൻ പിന്നെ ഓൾറെഡി കടയിൽ കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം എത്തി ഇപ്പോഴും നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാലത്ത് എനിക്ക് വീണ്ടും നമ്മൾ നമ്മുടെ കസാര കീഴടക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസം മുഴുവൻ ഈ ഒരു കസാരയിൽ തന്നെയായിരിക്കും. ഉത്രാടത്തിന് അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ നയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ലക്ഷ്യമല്ല, ഭാഗ്യം തന്നിട്ടുണ്ടായിരുന്ന ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസും വ്ളോഗൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, അപ്പോൾ ഭാഗ്യന് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിക്കും നിങ്ങൾ. പക്ഷേ അങ്ങനെയല്ല, എനിക്കിതിൻ്റെ ഉള്ളിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് നാൾ കളിച്ച് ചിരിച്ച് ആസ്വദിച്ച് വളർന്ന നമ്മുടെ എൻ്റെ വേറൊരു ഹോമാണ് നമ്മുടെ KMB എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അവരൊക്കെ ഒന്ന് കാണുക, അവരോടൊക്കെ ഒന്ന് വർത്താനം പറയുക, എല്ലാവരോടും ഒരു ഹാപ്പി ഓണം പറയുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ ഷോപ്പിൻ്റെ മുകളിലത്തെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ റീറ്റെയിൽ സെക്ഷൻ നടക്കുന്നത്. അതേട്ടാ, അതാണ് നമ്മുടെ മൈസൂർക്ക് പോകുന്ന വണ്ടിയിലത്തെ രാധാകൃഷ്ണേട്ടൻ. പാലക്കാടാണ് രാധാകൃഷ്ണേട്ടൻ്റെ വീട്. രാധാകൃഷ്ണേട്ടൻ മൈസൂർക്ക് പോകണ്ട, മൈസൂർക്ക് പോകണില്ലെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു കാഴ്ച കാണിച്ചേരട്ടെ നിങ്ങൾ. പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ഭാഗ്യൻ ചിരിക്കണ്ടല്ലോ. ഹാപ്പി ഓണം ഭാഗ്യ. ഭയങ്കര പണിയില്ല ആള്, നമ്മളതിന് ശ്രദ്ധിക്കൊന്നുമില്ല കേട്ടോ. ഭാഗ്യം പണ്ട് ചെറുപ്പത്തിൽ ഭാഗ്യൻ്റെ 10-17 വയസ്സിൽ സാമ്പാർ കഷ്ണം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ ചുറ്റും ജനങ്ങൾ ആർത്തിരമ്പുമായിരുന്നു എന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുള്ളത്. ഭാഗ്യം മറ്റേ ഇരിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ആള് കണ്ട നിങ്ങളിത് കാണൂ. സഹായിക്കാൻ ബിന്ദേച്ചി എന്തെല്ലാം പച്ചക്കറികൾ ഇടണം ഭാഗ്യ? പടപടയെന്ന് പറയും, വിത്തൗട്ട് നിർത്താതെ പറയണം, വിത്തൗട്ട് സ്റ്റോപ്പ്. നമ്മൾ സാമ്പാർ കഷ്ണത്തിന് വെണ്ടയ്ക്ക, പയറ്, മുരിങ്ങക്കായ, ബീൻസ്, പാവയ്ക്ക, വെള്ളവഴുതനങ്ങ, ക്യാരറ്റ്, ബീൻസ്, കിഴങ്ങ്, സവോള, നേന്ത്രക്കായ, റോബസ്റ്റായ, തക്കാളി, കുക്കുമർ, ഇളവൻ, മത്തൻ, വെള്ളരി, ചേന, പടവലം, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ്. സവോള ഉരുളക്കിഴങ്ങ്. സവോള ഉരുളക്കിഴങ്ങ്. അപ്പോൾ 20 ഐറ്റം. ഒരു സാമ്പാറും ഒരു അവിയലും, അതാണ് ഉദ്ദേശിക്കുന്നത്. കഷ്ണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലൊരു വലിയ സാമ്പാർ വെക്കാട്ടോ. നമ്മുടെ വീട്ടിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ള സാമ്പാർ ഇവിടുത്തെ പച്ചക്കറികളുണ്ട്. എനിക്കാണെങ്കിൽ ഈ പച്ചക്കറി കൊണ്ട് ഒരു 5 തരം കറി വെക്കാട്ടോ. കാരണം നമുക്ക് വളരെ കുറവ് വേണ്ടു. ഇനി ഇത് ഇവിടെ നിന്ന് നേരെ എടുക്കും, നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. വണ്ടി മറഞ്ഞു. രാധേട്ടൻ നമ്മുടെ രാധാകൃഷ്ണേട്ടൻ കൊടുവായൂർക്ക് പോണ വണ്ടിയാണ് ഇവിടെ കിടക്കണത്. അപ്പുറത്ത് കിടക്കുന്നത് മൈസൂർക്ക് പോണ വണ്ടി. എപ്പുറത്ത് നിൽക്കുന്നത് സത്യേട്ടനല്ല തോന്നുന്നു. ഇവിടുന്ന് ചേട്ടന്മാർ പച്ചക്കറിയൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മുടെ ഇവിടേക്ക് കൊടുത്തു വിടില്ലേ, എന്താ പറയാ, കാറ്ററിംഗ് സർവീസുകാർക്കും ഹോട്ടലുകൾക്കും ഒക്കെ കൊണ്ടുപോകും. ആക്ച്വലി നമുക്കിത് ഹോൾസെയിൽ ബിസിനസ്സാണേ. അപ്പം അതിൻ്റെ ചെറിയൊരു തിരക്ക് ഇവിടെ കാണും. ഇതിപ്പോൾ റീറ്റെയിൽ സെക്ഷൻ മാത്രമാണ് ഭാഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹോൾസെയിൽ സെക്ഷൻ അപ്പുറത്ത് ചേച്ചിമാരെടുക്കണണ്ട. അച്ഛൻ്റെ വലിയ ചാക്കിൽ, ആ വലിയ ചാക്കുകളുണ്ടല്ലോ, 20 കിലോ 25 കിലോ ഒക്കെ പോണത് ഹോൾസെയിൽ കടക്കാർക്കും, അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് നമ്മുടെ ഹോൾസെയിൽ കടയിൽ നിന്ന് റീറ്റെയിലായിട്ട് മേടിക്കുന്ന ആൾക്കാർക്കും, കാറ്ററിംഗ് സർവീസുകാർ, സദ്യക്കുള്ളവർ എന്നൊക്കെയാണ്. ഇതാ നിൽക്കുന്ന ആളാണ് നമ്മുടെ കണക്കപ്പിള്ള അഫ്സൽ മുഹമ്മദ്. ഇവിടെ കടയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാട്ടോ. വിന്റേജൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 4 വർഷമായി തോന്നുന്നു. വിന്റേജ് ഇവിടെ ഉണ്ട്. എത്ര കൊല്ലായി വിന്റേജ്? 3 കൊല്ലം. അപ്സു 3 കൊല്ലായി? 4 കൊല്ലായി. രാധേട്ട ഇവിടെ ഉണ്ട്. എത്ര കൊല്ലായി രാധേട്ടാ?
5-6 കൊല്ലായില്ലേ? 8 കൊല്ലായി, 8-9 കൊല്ലായി. തുടക്കം തൊട്ടേ ഉണ്ടെന്നുണ്ടല്ലേ അതായിട്ട്. ആ ആ ആ അപ്പോഴും 9 കൊല്ലായി ഉണ്ടാവും. നമ്മള് കട തുടങ്ങിയിട്ട് 11 കൊല്ലായി. അപ്പൊ 9 കൊല്ലത്തിനേക്കാളും മുകളിലായി ഇല്ലേ? അങ്ങനെയാണ് കണക്കുകൾ. ഇവിടെ റപ്പായിട്ടുണ്ട്, മുകളിൽ രതീഷ് ഉണ്ട്, അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ KMBയുടെ അടുക്കളയുടെ ഓണറാണ് ഈ നിൽക്കുന്നത്, ജയശ്രീ സുകുമാരൻ. ഈ വ്യക്തിയെ എൻ്റെ അമ്മയായിട്ട് ആണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ഇപ്പോൾ തികച്ചും ഞങ്ങളുടെ അമ്മയല്ല, ഞങ്ങളുടെ അമ്മ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 10-16 പേരെ മലമേ അമ്മ 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 എന്ന് വിളിച്ച് കാലത്തോട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ ചേട്ടന്മാർ പിന്നെ ഇറങ്ങണം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് മുട്ടക്കറി. ഇവിടെ കറി വയ്ക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, ഞങ്ങളൊരു 10-20 പേരോളം ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. ദേ ചപ്പാത്തി. എത്ര വർഷമായി അമ്മൂടെ കറിയും ചോറും കൂട്ടാനും വെച്ച് തുടങ്ങി? KMBയുടെ മറ്റേ ചുക്കാൻ പിടിച്ചു തുടങ്ങിയിട്ട്. അല്ല, KMBയിലേക്ക് വന്നു തുടങ്ങിയിട്ട് എത്ര വർഷം? സത്യം പറഞ്ഞാൽ നമ്മളെ ഓണം ആഘോഷിക്കണുള്ളൂ അമ്മ, ബാക്കിയുള്ളവർക്ക് എന്തുട്ടാ? എത്ര പാക്കറ്റ് ചപ്പാത്തി പൊട്ടിക്കും അമ്മ? ഞാൻ ഉണ്ടാക്കട്ടെ. ഇതാണ് റപ്പായേട്ടൻ. റപ്പായേട്ടന്റെ വർത്തമാനം കേൾക്കുമ്പോ നമുക്ക് തോന്നും ഈ റപ്പായേട്ടൻ ഗുരു കൂടാണ്. പക്ഷെ ഇത്രയും മെന്റാലിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണുള്ളൂ. അങ്ങനെ ഒരാളാണ് ഞങ്ങളുടെ റപ്പായേട്ടൻ കേട്ടോ. ആ സംസാരത്തിലത്തെ കരകരപ്പ് മാത്രമുള്ള ആള് ശുദ്ധഭാവമാണ്. അങ്ങനെ ഗംഭീര മഴയോട് കൂടിയിട്ടാണ് നമ്മുടെ ഉത്രാട കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. മഴ വരും പോവും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലഭിക്കുന്നറിയാൻ മാത്രം ഞാൻ എഴുതി കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സന്തോഷത്തോടെയാണ് മടക്കിയത് കേട്ടോ ബുക്ക്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു സങ്കടം, ഒരു ടെൻഷനൊക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് തന്നെയാണല്ലോ. എല്ലാവർക്കും അറിയാം അതിൻ്റെ ടെൻഷൻസുകളും അതിൻ്റെ പിന്നിലെടുക്കുന്ന എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അതുപോലെ ഭാഗ്യൻ്റെ ഒരു വശത്തെ നമ്മുടെ ഈ ഒരു കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓണക്കച്ചവടത്തിനുള്ള ഒരു വിശ്വസ്തതയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ മാറുമ്പോഴും മഴ വരുമ്പോഴും മഴയത്തും ഒക്കെ പണിയെടുക്കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാലത്ത് വന്നിരുന്നാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ. അമ്മ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്കറിയിലും തിരക്കുക. എല്ലാവരും ഓണത്തിനും ഒരു കൊല്ലപ്പഴം, ഒരു പടലപ്പഴം ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ നാടൻ പഴമാണ് നമ്മുടെ കടയിൽ ഉണ്ടാകുന്നത്. നമ്മുടെ വാഴയിൽ തന്നെ വെട്ടിയെടുത്ത പഴങ്ങളാണ് അല്ലെങ്കിൽ വാഴകളാണ് ഉണ്ടായിരുന്നത്. ഞാൻ നല്ല ആലോചിക്കായിരുന്നു കേട്ടോ, ഈ ഓണത്തിൻ്റെ അന്ന് മാത്രം എന്തായിരിക്കും പഴത്തിൻ്റെ അത്രയ്ക്ക് ചിലവ് എന്ന്. പിന്നെ പപ്പടം, അതുപോലെ തന്നെ ഇഞ്ചംപുളി, അച്ചാറ്, പുളി, ഈ വക സംഭവങ്ങൾ, തൈര്, ഇതൊക്കെ ധാരാളം നമ്മുടെ കടയിൽ നിന്ന് പോവും. 10,000 പീസുകൾ വരെ പോയിട്ടുള്ള വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൊല്ലം ഏകദേശം അത്രയൊക്കെ തന്നെ നമ്മൾ വിറ്റഴിച്ചു. നല്ല രീതിയിലുള്ള കച്ചവടം നടന്ന ഒരു വർഷമായിരുന്നു കേട്ടോ ഇക്കൊല്ലത്തെ ഓണം എന്ന് പറയുന്നത്. റീറ്റെയിൽ സെക്ഷൻ കൂടുതലും പ്രവർത്തിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നായിരിക്കും. അവിടെ അച്ഛനും നമ്മുടെ കടകളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന സത്യേട്ടൻ തൊട്ട് നമ്മുടെ രഘുവേട്ടൻ തൊട്ട് അച്ഛൻ വരെ നല്ല ഗംഭീര പണിയിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. നേരമൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ ഭാഗ്യനോ കൊണ്ടുവന്ന് തരും. ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ എന്നെ പ്രതിഷ്ഠിച്ച് വെച്ചോക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മഴ വരലും പോക്കും ഒക്കെ ആയിട്ട് കുറേ നേരം നമ്മൾ ആ ഒരു മഴയുടെ ആസ്വദിച്ച് മഴയോട് കൂടെ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ നടത്തി വൈകുന്നേരമായിട്ട് ഈ ബുക്ക് മറിച്ച് നോക്കുമ്പോൾ അതിൽ കുറേ എഴുത്തുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവിടെ നിന്നല്ലേ നമ്മൾ വളർന്നു വന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറേ നല്ല ഓർമ്മകൾ. ആ തിരിഞ്ഞു നോട്ടം എപ്പോഴും നല്ലതല്ലേ ജീവിതത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 ദിവസം ഇവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 2 ദിവസത്തെ ഓണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ബൈ. അയ്യോ, അമ്മയച്ഛനും പോയി. ചേട്ടന്മാരെല്ലാവരും ഈ സൈഡിൽ ഇവിടെ ആൾ ഒഴിയണത് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോവാമെന്ന് വിചാരിച്ചു.